എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് 19 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് എക്സാംസ് വരാനുണ്ട്, പ്രത്യേകിച്ച് 10th ലെവൽ എക്സാംസ്. അപ്പോൾ അതിന്റെ മെയിൻസ് എഴുതണമെങ്കിൽ പ്രിലിംസ് പാസ്സായേ പറ്റുള്ളൂ. സോ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെറും 749 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, ടോപ്പിക് ബേസ്ഡ് എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ദെൻ SCRA ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും, ദെൻ മെന്റൽ സപ്പോർട്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുൻ PSC ചെയർമാനായിരുന്ന സക്കീർ ആയിരുന്നു അല്ലെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന സക്കീർ സ്ഥാനം ഒഴിഞ്ഞു. സോ അതിനെ തുടർന്ന് വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാൻ ആരാണ്? KS ഹംസ. ആരാണ്? KS ഹംസയാണ്. കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് ഒരു നോവലാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നോവലിന്റെ പേര് ഇതാണ്, മാതംഗലീല. എന്താണ്? മാതംഗലീല. അപ്പോൾ മാതംഗലീല എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? അപ്പോൾ മാതംഗലീല എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആര് എന്നുള്ളതാണ് സന്തോഷ് ഏച്ചിക്കാനം. ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം. അറിയപ്പെടുന്ന ഒരു മലയാള സാഹിത്യകാരനാണ് സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ പുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത്, മാതംഗലീല. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ ഒരു സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യത്തെ നോവലാണ് കേട്ടോ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യത്തെ നോവലാണ് മാതംഗലീല. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, റീസെന്റ് ആയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്, ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു അല്ലെ. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ച കാര്യം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. സോ അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ കാരണം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പുതിയ അവാർഡ് കൂടി വരാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ലിവിംഗ് തമിഴ് അവാർഡ് എന്ന സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് ആരാണ്? അപ്പോൾ എന്താണ്, പുതുതായിട്ടൊരു അവാർഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അവാർഡിന്റെ പേര് ഇതാണ്, ലിവിംഗ് തമിഴ് അവാർഡ് എന്നാണ് ഈ ഒരു അവാർഡിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് തമിഴിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായിട്ടുള്ള ജയമോഹൻ ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനപീഠ പുരസ്കാരം വൈരമുത്തുവിന് നൽകിയതിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ദെൻ ഈ ഒരു അവാർഡിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1 കോടി രൂപയാണ് കേട്ടോ. എത്രയാണ്? 1 കോടിയാണ് ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അവാർഡ് നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമായിട്ട് ഈ ഒരു പുരസ്കാരം മാറും. കാരണം ഇതിനു മുൻപ് വരെ JCB പുരസ്കാരം ഉണ്ടായിരുന്നു, 25 ലക്ഷമാണ് പ്രൈസ് മണി. പക്ഷേ അതിപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പുരസ്കാരം നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായിട്ട് ഏത് മാറും? ഈ പറയുന്ന ലിവിംഗ് തമിഴ് അവാർഡ് മാറും. ദെൻ ഇത് ഒരേ സമയം ഇന്ത്യയിലെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ലോകത്തിലെയും ഏറ്റവും മികച്ച സാഹിത്യ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. ദെൻ ഒരേ സമയം ഇന്ത്യയിൽ ന്യൂഡൽഹിയിലും അതുപോലെ തന്നെ ന്യൂയോർക്കിലുമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുരസ്കാരം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മുടെ വനം വകുപ്പ് കൊണ്ടുവന്ന ഒരു സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിരന്തരം നമ്മൾ പത്രങ്ങളിൽ കാണുന്ന കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം അല്ലെ. അപ്പോൾ കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താനായിട്ട് വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ, വനം വകുപ്പ് തുടങ്ങി വയ്ക്കുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ്. അതായത് AI അഥവാ നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ഫാം ഗാർഡ്. ഫാം ഗാർഡ് എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ആദ്യഘട്ടത്തിൽ വിതുര സെക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംവിധാനം കൊണ്ടുവരിക. അത് സക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, പതുക്കെ കേരളത്തിലെ മറ്റു ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു റെയിൽവേ ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ്? എന്താ പറഞ്ഞേ, സിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ്? സിക്കിം, പശ്ചിമ ബംഗാൾ. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, സിക്കിമിനെയും പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനാണ് സിവോക് റാങ്പോ എന്ന് പറയുന്നത്. നമുക്കറിയാം സിക്കിം എന്ന് പറയുന്നത് പൊതുവെ റെയിൽവേ കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പോൾ സിക്കിമിലേക്ക് 2020
2027 റെയിൽവേ കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും പശ്ചിമ ബംഗാളിനെയാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിക്കിമിലേക്ക് 2027 എന്ത് ചെയ്യുക, റെയിൽവേ കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു എന്താണ് സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് ലേക്ക് ആൻഡ് എയർ വാച്ച് സംരംഭം. എന്താണ് ലേക്ക് ആൻഡ് എയർ വാച്ച് എന്ന് പറയുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ലേക്ക് ആൻഡ് എയർ വാച്ച് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഗുജറാത്ത് ആണ്. എവിടെയാണ്? ഗുജറാത്തിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് ലേക്ക്, അതുപോലെ തന്നെ എയർ അല്ലെ, അതായത് എന്താണ് വായുവിന്റെയും അതുപോലെ തന്നെ തടാകങ്ങളുടെയും ഗുണനിലവാരം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലേക്ക് ആൻഡ് എയർ വാച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ, തടാകങ്ങളുടെയും അതുപോലെ തന്നെ വായുവിന്റെയും ഒക്കെ ഗുണനിലവാരം എന്ത് ചെയ്യുക, വിലയിരുത്തുക, നിരീക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുള്ള ഒരു സംരംഭമാണ് ലേക്ക് ആൻഡ് എയർ വാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് ഒരു തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് അടുത്തിടെ മതസ്വാതന്ത്ര്യ ബില്ല് പാസ്സാക്കിയ നിയമസഭ ഏതാണ്? അപ്പൊ എന്താണ് അടുത്തിടെ ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നു, ഒരു സംസ്ഥാന നിയമസഭ മതസ്വാതന്ത്ര്യ ബില്ല് പാസ്സാക്കുണ്ടായി. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര നിയമസഭ. ഏതാണ്? മഹാരാഷ്ട്ര നിയമസഭയാണ്. അതായത് പല സ്ഥലങ്ങളിലും നിർബന്ധിതമായിട്ടും അല്ലെങ്കിൽ വഞ്ചനയിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മതപരിവർത്തനം നടത്തുന്നുണ്ട്. സോ അത്തരത്തിൽ മതപരിവർത്തനം തടയുക, പ്രത്യേകിച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും എന്താണ് നിർബന്ധമായിട്ടും ഒക്കെ ഉള്ള മതപരിവർത്തനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന മതസ്വാതന്ത്ര്യ ബില്ല് ഇവിടെ മഹാരാഷ്ട്ര നിയമസഭയിൽ കൊണ്ടുവന്നത് കേട്ടോ, പഠിക്കണം. ദെൻ ഈ പറയുന്ന മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫർ പരിചയപ്പെടുത്തുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അതായത് ടാലന്റിന്റെ പഴയ ബുക്ക് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് 1 കിലോ പുസ്തകം 99 രൂപ എന്ന നിരക്കിൽ വാങ്ങിക്കാവുന്നതാണ്. കാരണം ഇതിനു മുൻപേ ഞങ്ങൾ വെച്ച ഓഫറാണ്. ഇപ്പോൾ 1 മാസത്തേക്ക് കൂടി എന്ത് ചെയ്തിരിക്കുന്നു, ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഞങ്ങളുടെ ഓൾഡ് ബുക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ടാലന്റിന്റെ ഏത് പഴയ ബുക്കുകളായാലും നിങ്ങൾക്ക് 1 കിലോ പുസ്തകം 99 രൂപ എന്ന നിരക്കിൽ വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. പുതിയ പുസ്തകങ്ങളല്ല, പഴയ പുസ്തകങ്ങളാണ്. അപ്പോൾ കുറേ പേര് ഇത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. സോ അവർക്ക് വേണ്ടിയിട്ടാണ് 1 മാസം കൂടി ഞങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 85 90 57 57 10, then 85 90 57 57 12 എന്ന് പറയുന്ന നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അസമിലെ മാനസ് ദേശീയോദ്യാനത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യത്തിന് നൽകിയ പേര്. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, അസമിലെ മാനസ് ദേശീയോദ്യാനത്തില് ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു, അതിനൊരു പേര് നൽകിയിരിക്കുന്നു. എന്താണ് പേര്? ഓസ്ബെക്കിയ സുബിൻ ഗാർഗിയാന. എന്താണ്? ഓസ്ബെക്കിയ സുബിൻ ഗാർഗിയാന എന്നാണ് അതിന്റെ പേര്. അപ്പോൾ നമുക്കറിയാം, അതായത് സുബീൻ ഗാർഗ് എന്ന് പറയുന്ന പാട്ടുകാരനെ നമുക്കറിയാം അല്ലെ. അപ്പോൾ സുബീൻ ഗാർഗ് എന്ന് പറയുന്ന സംഗീതജ്ഞനോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേര് നൽകിയത്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഹിരോഷിമ അണുബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷിഗേഗി മോറി അന്തരിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, ഷിഗേഗി മോറി ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏത് യുദ്ധത്തിന്റെ പരിണിത ഫലം അനുഭവിച്ച വ്യക്തിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സോ എന്താണ്, ഹിരോഷിമ അണുബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷിഗേഗി മോറി അന്തരിച്ചു. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അമേരിക്ക ജപ്പാനിൽ എന്ത് ചെയ്തത്, ഹിരോഷിമ നാഗസാക്കി എന്നീ സ്ഥലങ്ങളിൽ അണുബോംബ് വർഷിച്ചത് അല്ലെ. 1945 ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നുമാണ് ഈ ഒരു ആറ്റം ബോംബ് വർഷം നടന്നത്. സോ അതിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ഷിഗേഗി മോറി. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ലോക ശ്രദ്ധേയനാകുന്നത് 2016-ലാണ്. കാരണം ആ സമയത്താണ് ബറാക് ഒബാമ, അപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ ഈ ഒരു ജപ്പാൻ സന്ദർശിക്കുന്നത്, ഹിരോഷിമ സന്ദർശിക്കുന്നത് എന്ത് ചെയ്യുന്നത് ഈ ഒരു 2016-ലാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആലിംഗനം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫോട്ടോയിലൊക്കെ അന്ന് ഒരുപാട് വൈറലായ കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ഷിഗേഗി മോറി എന്ത് ചെയ്തു, അന്തരിച്ചു. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ്, പ്രിലിംസ് എക്സാംസ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. മുൻവർഷ ചോദ്യങ്ങൾ, SCRT ഫാക്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പിന്നീടുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanta.channelkerala.com-ലും ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനാണ്. ആരാണ്? KS ഹംസയാണ്. ദെൻ മാതംഗലീല എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? സന്തോഷ് ഏച്ചുകാനം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണെന്നും പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞത് ലിവിംഗ് തമിഴ് അവാർഡ് എന്ന് പറയുന്ന സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് ജയമോഹൻ എന്ന് പറയുന്ന സാഹിത്യകാരനാണെന്ന് പറഞ്ഞു. ഏകദേശം 1 കോടി രൂപ പ്രൈസ് മണിയുള്ള അവാർഡാണെന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് ജ്ഞാനപീഠം വൈരമുത്തുവിന് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധാത്മകമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു അവാർഡാണ്. ദെൻ ഈ അവാർഡ് നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യ
ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമായിട്ട് ഈ പറയുന്ന ലിവിംഗ് തമിഴ് അവാർഡ് മാറും കേട്ടോ. അതും കൂടെ ഒന്ന് പഠിക്കും. അതിനുശേഷം ഫാം ഗാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റി പറഞ്ഞു. അതായത് കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താനായിട്ട് വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഫാം ഗാർഡ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇപ്പൊ ആദ്യഘട്ടത്തിൽ വിതുര സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇത് തുടങ്ങാൻ പോകുന്നത്. അതിനുശേഷം പറഞ്ഞത് ഒരു റെയിൽവേ ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെ. അതായത് സിവോക്ക് റാങ്പൂർ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളെ എന്നുള്ളതാണ്. അപ്പോൾ അത് സിക്കിമിനെയും പശ്ചിമ ബംഗാളിനെയും ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിക്കുക. കാരണം പ്രധാനമായിട്ടും 2027 കൂടി സിക്കിമിൽ എന്ത് ചെയ്യുക റെയിൽവേ കണക്ടിവിറ്റി എത്തിക്കുക. ഇതാണ് ഈ ഒരു റെയിൽവേ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ലേക്ക് ആൻഡ് എയർ വാച്ച് സംരംഭമാണ് അല്ലേ. അതായത് ഗുജറാത്തിലെ നഗരപ്രദേശങ്ങളിലെ തടാകങ്ങളുടെയും അതുപോലെ തന്നെ വായുവിൻ്റെയൊക്കെ ഗുണനിലവാരം എന്ത് ചെയ്യുക നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുക കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ പറയുന്ന ലേക്ക് ആൻഡ് എയർ വാച്ച് സംരംഭം. അതിനുശേഷം എന്ത് ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭ മതസ്വാതന്ത്ര്യ ബില്ല് പാസ്സാക്കിയ കാര്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒസ്ബെക്കിയ സുബിൻ ഗാർഗിയാന എന്ന് പറയുന്ന ഒരു പുതിയ സസ്യനത്തെ എവിടെ കണ്ടെത്തി അസമിൽ കണ്ടെത്തി. അപ്പോൾ ഈ പുതിയ സസ്യത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ് സുബിൻ ഗാർഗ് എന്ന് പറയുന്ന ഗായകനോടുള്ള സംഗീതജ്ഞനോടുള്ള ആദരസൂചകമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഒസ്ബെക്കിയ സുബിൻ ഗാർഗിയാന എന്ന് പറയുന്ന പേര് നൽകി. അതിനുശേഷം പറഞ്ഞത് ഷിഗേക്കി മോറി എന്ന് പറയുന്ന വ്യക്തി അന്തരിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് ഹിരോഷിമ അണുബോംബ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയാണ്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരെന്നാണ്? കാഞ്ചൻ ദേവി, ബേല ത്രിവേദി, ഹിമ കോഹ്ലി, ഇന്ദിര ബാനർജി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2026 വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം ലഭിക്കുന്നത് ആർക്ക് എന്നാണ്? അപ്പോൾ ശുഭാൻഷു ശുക്ല, സുനിത വില്യംസ്, രാകേഷ് ശർമ്മ, രാജാചാരി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 അല്ലെങ്കിൽ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരെന്നാണ്? അപ്പോൾ ഗുൽസാർ, പ്രതിഭാറെ, വൈരമുത്തു, വിനോദ് കുമാർ ശുക്ല. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ആർ വൈരമുത്തു ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. 60ാമത്തെയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ തമിഴ് സാഹിത്യകാരനാണെന്നുള്ള കാര്യം കൂടി പഠിച്ചു വെച്ചേക്കുക. കഴിഞ്ഞ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. 59ാമത്തെ അല്ലെങ്കിൽ 2024 ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. കൃത്യമായി പഠിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആരാണ്? അപ്പോൾ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ മായാമനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. ഇനി 2024 കെ ജയകുമാർ ആണ് പിങ്കള കേശിനി. 2023 ആണെങ്കിൽ അത് EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. ഇനി 2025 മികച്ച യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയത് നമുക്കറിയാം അല്ലെ അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി. അതേപോലെ തന്നെ 2025 ഏതാണ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. അദ്ദേഹത്തിന്റെ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്നൊരു ജോലി നേടിയെടുക്കുക. 2026 മാർച്ച് 19-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.